ഞങ്ങളൊരടക്കത്തിന് ചെന്നു. അവിടെ പേരുമൊന്നും പറയുന്നില്ല. ആ ദൈവദാസൻ അല്പസമയം സംസാരിക്കണ്ടേ? ഞങ്ങളുടെ സകല ശുശ്രൂഷയും വചന ശുശ്രൂഷ കഴിഞ്ഞേ ചെയ്യുള്ളൂ. അതിന് താല്പര്യമില്ലാത്തവൻ ഈ ശുശ്രൂഷയിൽ ഇരിക്കരുത്. കല്യാണത്തിനാന്നേലും അടക്കത്തിനാന്നേലും. കാരണം ഇത് വചനത്തിന്റെ അടിസ്ഥാനത്തിലായി ശുശ്രൂഷ. ഇപ്പൊ നമ്മുടെ പെന്തിക്കോസുകാർ തന്നെ പാസ്റ്ററെ അധികം ഒന്നും പ്രസംഗിക്കരുത്, നീ വേറെ എവിടെയും കൊണ്ട് നടത്തു കല്യാണം. അതിന് പറയാൻ മേലെ നിനക്കിത് വേണമെങ്കിൽ നീ എവിടെയും പോവും. കുറഞ്ഞ പക്ഷം വിവാഹ ശുശ്രൂഷയില് നന്നായിട്ട് ദൈവവചനം പറഞ്ഞു വേണം ശുശ്രൂഷ ചെയ്യാൻ. അത് ഒത്തിരി പേര് പ്രസംഗിക്കണ്ട, നന്നായിട്ട് ഇതിനെപ്പറ്റി പറയുന്ന ഒരാൾക്ക് സമയം കൊടുക്കാൻ. കുറഞ്ഞതൊരു 50 മിനിറ്റ് എങ്കിലും ദൈവവചനം പറയണം. ഇതിപ്പം വചനം പറയാൻ അധികം നേരം ഞാൻ മിക്ക ശുശ്രൂഷ നോക്കും. പാട്ടുകാർക്ക് എതിരല്ല, പാട്ട് പാടുന്നവർക്കാണ് ഇപ്പൊ കൂടുതൽ സമയം. ഞാനും പാട്ട് പാടുന്ന ആളാ. നിങ്ങൾ മിനിറ്റ് എടുത്ത് നോക്കിക്കോ. വചന ശുശ്രൂഷയേക്കാൾ കൂടുതൽ പാട്ടുകാർക്കാ. പാട്ട് വേണം, അത്യാവശ്യമാണ്. പക്ഷെ അതിലും അത്യാവശ്യമാ ദൈവവചന ശുശ്രൂഷ. സകല ശുശ്രൂഷകളും വചന ശുശ്രൂഷയുടെ കീഴിലാണ്. ഇപ്പൊ അതൊന്നും താല്പര്യമില്ല പാസ്റ്ററെ. പെട്ടെന്ന് അപ്പൊ അവിടെ അടക്കത്തിന് ദൈവദാസൻ വചനം പറയാൻ ഇച്ചിരി ഓടുത്തും പറഞ്ഞു ഇതൊന്നും വേണ്ടത്. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, അവൻ എന്നാ ചെയ്ത് വരാൻ പറഞ്ഞു. ഞാൻ പുള്ളിയുടെ വായിക്ക് പഠിച്ച് ഞങ്ങൾ വെളിയിലിറങ്ങി. പിന്നെ അവർ പറയാൻ വന്നേക്കും. അങ്ങനല്ല, ക്ഷേത്രത്തിലെ ശാന്തിക്കാര് ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസവന് ആരെയും ഉടക്കാൻ ചെല്ലുമോ? തിരുമേനി മതി, അത്ര ശ്ലോകം മതി, ഇനി ബാക്കിയെല്ലാം പിന്നെ താനിരുന്ന് ചൊല്ലിക്കൊള്ളുന്ന് പറയുമോ? നീ വിവരം അറിയും. പള്ളിയിൽ അച്ഛൻ കുർബാന ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ അവരെ ശുശ്രൂഷകള് പുസ്തകം വെച്ച് ഏതെങ്കിലും ഒരുത്തം കയറി ചെന്ന് പറയുമോ? നീ വിവരം അറിയും. പിന്നെ നിനക്ക് ഞോണ്ടാനുള്ള സ്ഥലം ഇതാണോ? ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഒരു അധികാരമൊക്കെ വേണം. അങ്ങനെയുള്ള കേസൊക്കെ ഇഞ്ഞു കൊണ്ടുപോയി ഞാൻ കൈകാര്യം ചെയ്യാം. വചന ശുശ്രൂഷയ്ക്കാ പ്രാധാന്യം. അത് താല്പര്യമില്ലാത്തവൻ വേറെ സഭയിൽ പൊക്കോണം, വേറെ സ്ഥലത്ത് പൊക്കോണം. സ്തോത്രം. അത് വിവാഹ ശുശ്രൂഷയാന്നേലും ശവസംസ്കാരത്തിനാന്നേലും വചനത്തിനാ പ്രാധാന്യം. ഇതിന്റെ പ്രമാണം അങ്ങനെയാന്ന്. അത് മനുഷ്യനെ ഒത്തിരി പേരൊന്നും പ്രസംഗിക്കണ്ട. ആരും വിവാഹത്തിനാന്നെ ഒരാൾ നന്നായിട്ട് പറ. ശവസംസ്കാരം നടക്കുന്നിടത്ത് ഒരാൾക്ക് 1 മണിക്കൂറെങ്കിലും കൊടുക്കണം ദൈവവചനം. ഇത് മുഴുവന് ഞാൻ സംഗീതം ഞാനും കുറ്റക്കാരനാ. മുഴുവൻ അങ്ങ് അനുശോചനമാണ് പറയുന്നതെല്ലാം. തന്നടി പിന്നടി അവിടെ കാണാൻ എവിടെ കാണാന്ന് ഇവിടുത്തെ കാര്യം കഴിഞ്ഞാൽ ചെല്ലേ പിന്നെ അങ്ങോട്ട് പോകുന്നത്. തന്നെയല്ല നമ്മൾ ഈ ഫോട്ടോ ഒക്കെ വെച്ചേച്ച് കൊടുക്കുന്ന പടങ്ങൾ നമുക്കേ പിടികിട്ടുള്ളൂ. നാട്ടുകാർക്കൊന്നും നിര്യാതനായി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാകും. ഇത് ഇന്നാളൊരു ഓട്ടം തികച്ചു. അപ്പൊ ഒരുത്തൻ ചോദിച്ചു, പുള്ളി സ്പോർട്സിലായിരുന്നു. 94 വയസ്സുള്ള അപ്പച്ചൻ മരിച്ചപ്പോ കൊച്ചുമക്കൾ കൊടുത്ത ഓട്ടം നമുക്ക് പിടികിട്ടും. അപ്പം ഹൈന്ദവനായൊരു പുള്ളി സ്പോർട്സിൽ ഇപ്പൊ നമുക്കിത് പിടികിട്ടും കേട്ടോ. വേറെ എഴുതിയപ്പോൾ അക്കരെ നാട്ടില് പുള്ളി എന്ന് പോയെന്ന് കഴിഞ്ഞ ആഴ്ച പുള്ളിയാ ഞാൻ കണ്ടതാ. പുള്ളി എന്ന് സാധാരണ അക്കരയ്ക്ക് പോയെന്നൊക്കെ ഒരു പ്രയോഗം ഉണ്ടല്ലോ. ചെറുക്കൻ എന്ത് ചെയ്യാ, അവൻ അക്കരയ്ക്ക് എന്ന് പോയി, കഴിഞ്ഞ ആഴ്ച പോയി. ആട്ടെ സുഖമായിട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാ നമ്മള് അന്നേരം കൊടുക്കുക. അക്കരെ നാട്ടിൽ പുള്ളി എന്ന് പോയെന്ന്. ഇത് നമുക്ക് പിടികിട്ടും, എല്ലാവർക്കും ഒന്നും പിടികിട്ടുകയില്ല. അപ്പൊ ഇത് മനസ്സിലാക്കാനാ 1 മണിക്കൂറെങ്കിലും നന്നായിട്ട് വചനത്തിന്റെ വെളിച്ചത്തിൽ. അതുപോലെ കല്യാണം നടത്തുമ്പോൾ ഞാൻ സംഗീതം പറയും, കുഞ്ഞാടിന്റെ കല്യാണം. ഇതുങ്ങളിപ്പോ നടത്തി ആടിനെ നമ്മക്കറിയാം കുഞ്ഞാടാരാന്ന്. വെളിയിൽ നിന്ന് വരുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അവരവിടെ നിന്ന് ചിന്തിക്കും, ഇപ്പൊ ഈ ആടിനെയും കല്യാണം കഴിപ്പിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ അതായി പറഞ്ഞു വരുന്നേ.
ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ കുറഞ്ഞത് ഒരു 45-50 മിനിറ്റ്, എൻ്റെ അഭിപ്രായമാ 1 മണിക്കൂർ, അതല്ലെങ്കിൽ ഒരു 50-45 മിനിറ്റ് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന സുബോധത്തോടെ പരിജ്ഞാനത്തോടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഒരു ദൈവദാസനെ നിയോഗിക്കണം. എല്ലാവരും ഒന്നും യോജിക്കുകയല്ല, അത് അറിയാം, അല്ല പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട്, ഈ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ് ഭക്ഷണത്തിനൊക്കെ ഇരിക്കുമ്പോ പിന്നെ നിങ്ങൾ പാട്ട് പാടരുതെന്നാ എൻ്റെ അഭിപ്രായം. എത്ര പാട്ടാ നിങ്ങൾ പാടിയത്, നിങ്ങൾക്ക് കാശ് കൊടുക്കണം, അതിനാ അവരെ വിളിച്ചത്. വിളിക്കുന്നവരോടാ പറയുന്നത്, അവരെ കൊണ്ട് പിന്നെ പാടിപ്പിക്കരുത്. മനുഷ്യനൊന്ന് സംസാരിക്കാൻ ഇത് എന്തായാലും ഭക്ഷണം നിൽക്കുമ്പോ കിടന്ന് കുഴയെന്ന് കണ്ടിട്ടില്ലേ? പിന്നെ അടുത്തിരിക്കുന്നത് എല്ലാം കലാമണ്ഡലത്തിൽ നിന്ന് വന്നതുപോലെ ഭക്ഷണം കഴിക്കാനും വർത്താനം പറയാൻ. ഇത് കാരണം കേൾക്കാൻ മേലെന്ന്. അതല്ല, എനിക്ക് പാട്ട് പാടിയേ ഓക്കൂ, അല്ലെ വിളിക്കുന്നവര് പാട്ട് പാടിച്ചേ വിടൂ എന്നുള്ളവര് വളരെ ഓളിയം കുറച്ച് പാട്ട് പാടണം. തന്നെയല്ല, ഈ പാട്ടുകാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ എച്ചില് തിന്നാനാ ചെല്ലുന്നത്. ഞാൻ എന്നാടാ കുനിഞ്ഞിരിക്കുന്നത്? ഉള്ള കാര്യല്ലേ പറയുന്നത്? നിങ്ങൾ പാടുന്നവരില്ലേ? ആ മേശ ഒന്നും പിന്നെ വൃത്തിയാക്കി പിന്നെ നിങ്ങൾ നോക്കി നിൽക്കും. അത് ശരിയല്ല. അവരും കൂടെ ഒന്നിച്ച് കഴിക്കട്ടെ. ഞാൻ ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ഇത് പാടിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വന്നേച്ച് പിന്നെ മുഴുവൻ ഇവിടെ വലിയ ഗാർഗിൽ യുദ്ധം നടന്നതുപോലെ അതുങ്ങളെല്ലാം അവിടെ നോക്കി നിൽക്കുക. പിന്നെ ഇതൊക്കെ കൊടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാ, ഒന്നും പാടില്ല. അത് ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞെന്നുള്ള ഭാഗം അങ്ങ് വിടുക. ഞാൻ സത്യമല്ലയോ പറഞ്ഞു? സത്യമല്ലേ പറഞ്ഞു? പേര് നമ്മൾ ഒന്നിച്ച് പഠിച്ച ആഘോഷമാണ്. എന്നിട്ടാണ് ഇത്ര നേരം ഇങ്ങനെ ഇരുന്നേ. ഉണ്ടൊക്കെ 500 പുഞ്ചവയില 500. ഞാൻ വന്നിട്ട് എന്നെ എനിക്ക് കൈ തരാൻ, കൈ തന്നെങ്കിലും പറഞ്ഞില്ലേ ഞാൻ ഇന്നെ പോലെ ആട്ടെ. ദൈവത്തിന് മഹത്വം ഉള്ള കാര്യമല്ലേ പറഞ്ഞു. പാട്ട് പാടുന്നതിന് ഞാൻ എതിരല്ല, ഞാനും പാടുന്ന ആളാ. അവരെ പോലെ പാടുകയില്ലെങ്കിലും, പക്ഷെ അവരെ കൂടെ ബഹുമാനിക്കണം. ആശീർവാദം കഴിഞ്ഞാൽ പിന്നെ പാടിക്കാതിരിക്കുന്നതാ നല്ലത്. അതുവരെ പാടുകല്ലോ നിന്ന് അവര് ഒന്നിച്ച് ഭക്ഷണം കഴിക്കട്ടെ. കാശൊട്ട് കുറച്ച് കൊടുക്കുകയും ചെയ്യരുത്, ഏറ്റ പൈസ കൊടുക്കുകയും ചെയ്യണം. അതാ നിങ്ങൾ ആശീർവാദം കഴിഞ്ഞ പിന്നെ ഒറ്റ പാട്ട് പാടില്ല, എന്നാ ഇത്രയും കുറയ്ക്കട്ടെ, അതും പാടില്ല. അവരുമൊക്കെ വണ്ടി പിടിച്ച് വരുന്നവരും കുടുംബസ്ഥരും ഒക്കെയാണ്. ഇതെല്ലാം പരിജ്ഞാനത്തോടെ ചെയ്യണം. അത്രയും പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം വളരെ പരിജ്ഞാനത്തോടെ ഇരിക്കണം. വചന ശുശ്രൂഷയ്ക്കാ പ്രാധാന്യം. അത് വിവാഹമാന്നേലും ശവസംസ്കാരമാന്നേലും ഭവനപ്രതിഷ്ഠയാന്നേലും ആരാധനയാന്നേലും വേർപെട്ട ദൈവമക്കളുടെ ഏത് ശുശ്രൂഷയ്ക്കും ഏറ്റവും പ്രാധാന്യം വചന ശുശ്രൂഷയാണ്. ബാക്കി ശുശ്രൂഷകളെ മുഴുവൻ വചന ശുശ്രൂഷയുടെ കീഴിലാണ്. കാരണം ദൈവത്തിന്റെ വചനമായി പറയുന്നത് എല്ലാ തിരുവെടുത്തും ദൈവശാസിക്കുമ്പോ മാത്രമാണോ ഏതെങ്കിലും വചനമുണ്ടായിരുന്നു? വചനം ദൈവത്തോടു കൂടെ, ആ വചനം ദൈവമാണ്. അതിനാ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഓടിച്ചു മുമ്പോട്ട് പോകാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.